സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ലഭിക്കുന്ന ഉയർന്ന ശമ്പളത്തേക്കാൾ വലുത് സാധാരണക്കാരുടെ കൈ പിച്ചച്ചട്ടിയിൽ വീഴുന്ന ഈ തുച്ഛമായ ക്ഷേമ പെൻഷനാണ്. ഈ ക്ഷേമ പെൻഷൻ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുകയല്ല, അവർക്ക് തുടർന്നും കൊടുക്കുക. എന്നിട്ട് അവരുടെ ജോലിയിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ട് ആ ജോലി മറ്റാരെങ്കിലും അർഹതപ്പെട്ടവർക്ക് മാറിക്കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇത്തരം അനർഹമായിട്ട് വാങ്ങിച്ച പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഉറപ്പായിട്ടും അവരെ ഈ ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ള ശിക്ഷണ നടപടി വേണം എടുക്കാൻ. അതാണ് ഉത്തമ മാതൃക. സർക്കാരിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും കോളേജ് പ്രൊഫസർമാർ വരെ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അതിനൊപ്പം സംസ്ഥാന ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ഈ വാർത്ത അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്നും വാർത്തയിലൂടെ മനസ്സിലായി. പക്ഷേ വളരെ മുമ്പ് തന്നെ CAG ഈ റിപ്പോർട്ട് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും പക്ഷേ ഇതുവരെ അതിൻ്റെ മേൽ ഒരു നടപടിയെടുക്കാതെ ഇത് നീട്ടിക്കൊണ്ടുപോയതും ഈ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് നടത്തിയവർക്കൊപ്പം തന്നെ തുല്യ പങ്കാളിത്തം ഈ ഗവൺമെൻറ്റിനുമുണ്ട്. സർക്കാർ ഇനിയെങ്കിലും ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ശിക്ഷണ നടപടി എടുക്കണം. അത് ഈ സാമൂഹ്യ പെൻഷൻ തിരിച്ചു പിടിക്കുക, അതിൻ്റെ പലിശ തിരിച്ചു പിടിക്കുക മാത്രമല്ല, മാതൃകാപരമായ ശിക്ഷണ നടപടി എടുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്.